ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സ്ത്രീകളെ പടച്ചത് ആദം നബി ഹവ്വ, സ്ത്രീകളുടെ എല്ലാവരുടെയും ആദ്യത്തെ സ്ത്രീയായ ഹവ്വ റളിയല്ലാഹു അലൈഹിസ്സലാം, അവരെ പടച്ചത് ആദം നബിയുടെ വാരിയലിൽ നിന്നാണ്. എല്ലാ നാടന്മാർക്കും പോലും അറിയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതൊരു മറുപടി വീഡിയോ ആയിട്ട് കാണേണ്ടതില്ല, ഒരു നേരം പോക്ക് അത്ര കണ്ടാൽ മതി. സുൽത്താൻ ഉലമ പല സ്ഥലങ്ങളിലും പല പേരിലും വിളിക്കപ്പെടാറുണ്ട്. പല മഹാന്മാരും പല പേരും കൊടുത്തിട്ടുണ്ട്. ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, അതുപോലെ തന്നെ അബുൽ ലൈത്താം, അബുൽ മസാക്കിൻ എന്നൊക്കെ വിളിക്കപ്പെടാറുണ്ട്. നമ്മുടെ കേരള യാത്രയുടെ ഒരു വേദിയിൽ വെച്ചിട്ട് തുടക്ക സമയത്തുണ്ടായത് ഒന്നാമത്തെ രണ്ടാമത്തെ വേദിയിൽ വെച്ച് മഹാനായ ഖലീൽ തങ്ങൾ പാപ്പ അബുൽ അനാം എന്ന് വിളിച്ചു സുൽത്താനുൽ ഉലമയെ. അബുൽ അനാം, ജനങ്ങളുടെ പിതാവ് എന്നർത്ഥം വരുന്ന രീതിയിലൊരു ഒരു പ്രയോഗം, അതൊന്ന് കേൾക്കുക. അതിന് നൗഷാദിന്റെ ഒരു ഇടപെടലും കൂടി ഉണ്ട്, വല്ലാത്ത ഒരു ഇജ്തിഹാദുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അബുൽ അനാം, മനുഷ്യന്റെ പിതാവ്, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ. ഈ യാത്രയിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഉപനായകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞതെന്താ അറിയോ? അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതൊന്നും പോരാതാണ്. അബുൽ ലൈത്താം എന്ന് ചിലർ പറയും, അത് പോരാ. ചിലർ അബുൽ മസാക്കീൻ എന്ന് പറയും, അതൊന്നും പോരാ. എന്റെ അഭിപ്രായത്തിൽ അബുൽ അനാം എന്ന് പറയണം എന്നാണ്. അനാം ബശർ, മനുഷ്യ കുലത്തിന്റെ പിതാവ്. ഞാൻ വിചാരിച്ചു രണ്ടാം ആദം നബി പറ്റ വന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിലെ അബുൽ അനാം, അബുൽ ബഷർ, അബുൽ ബഷറിന്റെ പര്യായ പദമാണ് അബുൽ അനാം. ഈ പറഞ്ഞ അനാമിൽ ബഷറിൽ അബുൽ അനാം, എല്ലാ മനുഷ്യരുടെയും പിതാവ് എന്നതിൽ ആ അനാമിൽ ആരുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെ, ജസദിയായ പിതാവാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ നോക്കി, ലോകത്തിന്റെ ഈ അണ്ഡകടാഹത്തിന്റെ തുടക്കം മുതൽ ആദം നബി വരെയുള്ള സർവ്വ മനുഷ്യർക്കും അബായി വന്ന ആളാണത്രേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനക്കാമ്പോയി. ഞാൻ മനസ്സിലാക്കുന്നത് 2013 മുമ്പുള്ളതൊക്കെ ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ ഈ പഠിച്ചതൊക്കെ കുറെ പോയിക്കണെന്നാണ്. തുഹ്ഫത്തുൽ ഇഖ്വാനും അതുപോലെ മുഖ്തസറൊക്കെ ഡിലീറ്റ് ആയി പോയിക്കണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ കേട്ടല്ലോ, ഖലീൽ തങ്ങൾ പാപ്പാന്റെ പ്രയോഗവും നൗഷാദിന്റെ ഇടപെടലും വല്ലാത്ത ബേജാറിലാണ്. ആദം നബി അലൈഹി സ്വലാം, രണ്ടാമത്തെ ആദം നബി അലൈഹി സ്വലാം വന്നൂന്നോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ പെടൂലെന്നോ അബുൽ അനാമെന്ന് നേരെ അർത്ഥം വെച്ചിട്ടാണ്. അല്ല എന്റെ നൗഷാദ്, ജനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട് നൗഷാദിന് എന്തെങ്കിലുമൊക്കെ രണ്ടക്ഷരം തിരിയുമെന്ന്. ഈ വിഷയം ഒരു ഗ്രൂപ്പിൽ ചർച്ചയിൽ വന്നപ്പോ ഒരാൾ കാര്യമായിട്ട് വലിയ സംഭവമായിട്ട് എഴുതി വിട്ടപ്പോ ഞാൻ അതിന് ചെറിയൊരു മറുപടി, ഒരു വോയിസ് അതിലിട്ട് കൊടുത്തിരുന്നു. അപ്പൊ അതിലിട്ട് കൊടുത്ത് അതോടുകൂടി ആവശ്യം അവിടെ അവസാനിച്ചു. പിന്നെയാണ് ഈ ക്ലിപ്പ് കയ്യിൽ വരുന്നത്. അപ്പൊ നമുക്കൊരു കഥ ഓർമ്മ വേണ്ട. ഒരു കുട്ടി ഇങ്ങനെ, കുട്ടിക്ക് സീന് പറയാൻ വെക്കൂല, കുട്ടിക്കൊക്കെ സായാണ്, ബസ്, സോപ്പ്, അങ്ങനെ സായാണ്. അങ്ങനെ കുട്ടി സീന് പറയാത്തൊരു സാഹചര്യം വന്നപ്പോ കുട്ടിനോട്, അല്ലെങ്കിൽ സാ എന്ന് പറയാത്തൊരു സാഹചര്യം വന്നപ്പോ കുട്ടിന്റെ കയ്യും പിടിച്ചിട്ട് സ്കൂളിൽ ചെന്ന് ടീച്ചറെ അടുത്തേക്ക് എന്റെ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കണു, ബസ്സല്ല ബസ്സാണ്, അതുപോലെ തന്നെ സോപ്പല്ല സോപ്പാണ് എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഓന് സീന് പറയാൻ, സാന്ന് പറയാൻ കഴിയില്ല എന്ന് ടീച്ചർ പറഞ്ഞതുപോലെയാണ് ഇപ്പൊ മനസ്സിലായത്. കാരണം നൗഷാദ് ഇതൊക്കെയാണല്ലോ, ഈ സാധാരണക്കാർക്ക് ഇതൊക്കെയാണല്ലോ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ നൗഷാദെ, ഒരു ദർസിൽ പഠിച്ച ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയ ഒരു മുത്തല്ലിമിന് പോലും അറിയുന്ന കാര്യമാണ്, ഒരു സാധാരണ പ്രയോഗം, നമ്മുടെ കടിയിലുള്ള സംഗതിയാണിത്. ഒരു ഉദാഹരണം പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു, പള്ളിയിൽ കിടക്കുന്ന അലി റളിയല്ലാഹുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പൊ ആ ശരീരത്തെ നിറച്ച മണ്ണുണ്ട്. യാ അബാ തുറാബ് താൻ, അബു തുറാബ് ഇങ്ങോട്ട് വരും എന്നുള്ള അർത്ഥത്തിൽ. അവിടെ നിന്ന് പറഞ്ഞപ്പോ എന്താ ഞാൻ അർത്ഥം വെക്ക,
അബാത്തുറബ് മണ്ണിന്റെ വാപ്പാന്ന്. അതെല്ലാം എങ്ങനെ അർത്ഥം വെക്കേണ്ടി വരിക അല്ലെ? അങ്ങനെ എത്ര രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? രാഷ്ട്രപിതാവിന്റെ ഭാര്യ പ്രസവിച്ചതാണ് ഇന്ത്യ രാജ്യം എന്ന് അർത്ഥം വെക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം അവിടെയാണ്. ആള് പുലിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പുള്ളിയുണ്ടോ, വാലുണ്ടോ, കടിക്കോ, കാട്ടിലാണോ എന്നൊക്കെ അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകലാണ്. സാധാരണ മനുഷ്യന്മാർ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളില്ല അത് അല്ലെ? അസദുല്ലാ ഹംസ റളിയല്ലാഹുവിന്റെ പേരാ. എന്താ നിങ്ങൾ ഞാൻ അർത്ഥം വെക്കേണ്ടത്? ഹംസ റളിയല്ലാഹുവിന്റെ കാലത്ര നിങ്ങൾ നോക്കാൻ പോവോ? അല്ല, നിങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് പറയാവുന്ന ഒരാൾ തന്നെയാണ് പ്രസംഗിച്ചത്. അബുൽ ലൈത്താം ഫിൽ ഹിന്ദ് എന്ന അറബികൾ പ്രയോഗിച്ചപ്പോ ഇന്ത്യൻ യത്തീമുകൾക്ക് എല്ലാവർക്കും പുതിയൊരു ഉപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മള് കേട്ട പ്രശസ്തമായ ഒരു പ്രസംഗമാണല്ലോ അത്. അപ്പൊ ആ കോലത്തിലാണ് കാര്യങ്ങള്. അപ്പോ വളഞ്ഞ മാതാത്തിന് പിരിഞ്ഞ കൗക്കോല് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളെ ശിഷ്യന്മാരൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ എന്നർത്ഥം. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചൂടെ? ഇത്തരം പൊട്ടത്തരങ്ങൾ പറയും. നൗഷാദിനെ കുറിച്ച് പൊതുവെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എന്തെങ്കിലുമൊക്കെ രണ്ടക്ഷരം തിരിയുന്നുള്ളത്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ പോണ്ട നൗഷാദ് ഇങ്ങനത്തെ വലിയ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. ഇനി അതിലും രസകരമായ മറ്റൊരു സംഭവം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഞങ്ങൾ മറന്നിട്ടില്ല, കഴിഞ്ഞ കേരള യാത്രയിൽ തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുമ്പോ അതിന്റെ മുൻനിരയിൽ കൊടിപിടിച്ച് നിർത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനടുത്ത കോളനിയിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ, അതിഥി തൊഴിലാളികൾ, അവരെ വാടകക്കെടുത്ത് ആയിരങ്ങൾ അവർക്ക് പ്രതിഫലം നൽകി നിങ്ങൾ നിങ്ങളുടെ റാലിയുടെ മുൻനിരയിൽ തന്നെ അവരെ വെച്ചിട്ടില്ലേ? നിങ്ങൾ നൗഷാദ് ഒരു കാര്യം കേൾക്കണം. 2012 കേരള യാത്ര മാനവികത ഉണർത്തുന്നു എന്ന ശീർഷകത്തിൽ കേരള യാത്ര നടക്കുന്നത്. ആ കേരള യാത്രയില് സ്നേഹസംഘത്തില് അംഗമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണ മനയി ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് മലപ്പുറത്തേക്ക് ഹൈവേ മാർച്ച് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ ആളുകൾ നടന്നത്, അത് ഡ്രസ്സൊക്കെ ഇട്ട് നടന്നത് ഇന്നും മനസ്സിൽ മായാതെ ഓർക്കുന്ന ഒരാളാണ് ഞാൻ. ആ സ്നേഹസംഘത്തിൽ പെട്ടത് കൊണ്ട് തന്നെ സമാപന ദിവസം തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് റാലിയിലേക്ക് പ്രവേശിച്ചപ്പോ അവസാന ഭാഗത്ത് ആയതുകൊണ്ട്, ഏകദേശം ആ ലാസ്റ്റ് ഭാഗത്ത് ആയതുകൊണ്ട് മാത്രം ആ ഗ്രൗണ്ടിൽ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തില് ആ ഗ്രൗണ്ടില് മുൻനിരയിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ പെട്ട ഒരാളാണ് ഞാൻ. എന്റെ നോട്ടത്തിലൊന്നും ഒരു ബംഗാളി പോയിട്ട് ഒരു ബംഗാളിയെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതോ അവിടെ വന്നവർക്കൊക്കെ ബംഗാളി എന്നാണോ പറയുക? പക്ഷെ അത് അങ്ങനെയുണ്ടോ? ഇവിടെ നമ്മളെ ആളുകളെ തന്നെ ഇരുത്താനും അവരെ സ്വീകരിക്കാനും സ്ഥലം കാണുന്നില്ല. അപ്പൊ കണ്ടോ, കേരള യാത്ര ഇങ്ങനെ അതിന്റെ പ്രയാണം അനുസൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളെ കീഴടക്കിക്കൊണ്ട് തന്നെയാണ് കേരള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വേദികളിലൊക്കെ അഭൂതപൂർവമായ ജനത്തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകര് നമ്മളെ ആൾക്കാർ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെയല്ല ബംഗാളികളെ പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കൂലിയൊക്കെ കൊടുത്തിട്ട്. എനിക്കറിയാം അരീക്കോട് കേരള യാത്ര അതിന്റെ സ്വീകരണ വേദിയില് അല്ലെങ്കിൽ ആ ഒരു സമ്മേളനത്തില് വളരെ ആളുകൾ പങ്കെടുക്കാത്ത ആളുകളുണ്ട്. സംഘടനാ സംവിധാനങ്ങളിൽ ബന്ധപ്പെടുന്ന ഒരാള് എന്ന നിലക്ക് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ യൂണിറ്റ് തലങ്ങളിൽ നിന്നോ സർക്കിൾ തലങ്ങളിൽ നിന്നും സോൺ തലങ്ങളിൽ നിന്നൊക്കെ വരാത്ത കുറെ ആളുകളുണ്ട് ഇതില്, ജോലി സംബന്ധമായിട്ടും മറ്റുമൊക്കെ. എന്നിട്ട് അവിടെ എത്ര വലിയ ജനത്തിരക്കായിരുന്നു. ഓരോ വേദികളും ഇപ്പൊ ഒറ്റപ്പാലത്ത്, തിരൂരില്, കണ്ണൂരില് ഓരോ വേദികളും ഒന്നിനൊന്ന് മെച്ചമായി, തൃശ്ശൂരിലടക്കം ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലടക്കം ഇപ്പൊ കുറച്ചാൾക്കാർ വാടക എടുക്കാൻ നൗഷാദിന് കേരള യാത്രയും അതിന്റെ വേദികളും ഒക്കെ കണ്ട് കിളി പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും നല്ല ബുദ്ധി അല്ലാഹു നൽകട്ടെ, അല്ലെങ്കിൽ ഇങ്ങളെ ശരീരം അല്ലാഹു നാട്ടുകാരെ കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.